തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തിയ 100 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം സ്വദേശികളായ 3 പേർ പിടിയിലുണ്ട്. കഞ്ചാവ് എത്തിച്ചത് ആന്ധ്രയിൽ നിന്നെന്നാണ് വിവരം. ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, തലസ്ഥാനത്ത് പല തവണയായി ഇപ്പോൾ കഞ്ചാവും മറ്റു മയക്കുമരുന്നും ഇങ്ങനെ എക്സൈസും പോലീസും ഒക്കെ പിടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ 100 കിലോ കഞ്ചാവ് എന്ന് പറയുന്നത് വലിയ അളവാണ്. ഇവരുടെ മുൻപ് ഇവർ സമാന കേസുകളിൽ പെട്ടവരാണോ? ആരൊക്കെയാണ് പിടിയിലായത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിൽ വലിയ കേസുകൾ വീണ്ടും ഉയർന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങൾ കൂടുതൽ ശക്തമായി വരികയാണ്. ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്നത് 100 കിലോ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അമരവിള ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് 4 കിലോ കഞ്ചാവ് ഒരു യുവാവിനെ ഓടിച്ചിട്ട് ബസ്സിൽ നിന്ന് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത്തവണ കാറിലാണ് ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചത്. 100 കിലോയോളം കഞ്ചാവ് പാക്കറ്റുകളിലാക്കി കൊണ്ടുപോകുന്നതായിരുന്നു. അത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘവും അതുപോലെ തന്നെ നെയ്യാറ്റിൻകര എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘവും ചേർന്നിട്ടാണ് എൻഫോഴ്സ്മെന്റ് സംഘവും ചേർന്ന് പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂട്ടിയിട്ടുള്ളത്. പാക്കറ്റുകളാക്കി കാറിന്റെ ഡിക്കിയിൽ അടക്കം കടത്താൻ ശ്രമിച്ച അരുൺ, ഗോകുൽ തുടങ്ങിയ വ്യക്തികൾ, സിബിൻ എന്ന് പറയുന്ന ഒരാൾ, അങ്ങനെ 3 പേരാണ്. ഇവർ 3 പേരും തിരുവനന്തപുരം സ്വദേശികളാണ്. തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിൽപ്പനയ്ക്ക് എത്തിച്ചതായിരുന്നു ഈ കഞ്ചാവ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർ സമാനമായ കേസുകളിൽ മുൻപ് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിന് മുൻപിൽ നിൽക്കുകയാണ്. ഇതിനു മുമ്പും അമരവിളയിൽ നിന്ന് എത്തിച്ച കഞ്ചാവും അടക്കമുള്ള ഇവരുമായിട്ട് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തി വരികയാണ്. ശരി, തലസ്ഥാനത്ത് വീണ്ടും ലഹരി മാഫിയ ശക്തമാകുന്നു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. 100 കിലോ കഞ്ചാവാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും പിടിച്ചെടുത്തത്. ആന്ധ്രയിൽ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. തിരുവനന്തപുരം സ്വദേശികളായ 3 പേർ പിടിയിലായിട്ടുണ്ട്.